പഠിക്കാൻ പോകുന്നത് വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഓഫ് ആൻ ഐഡിയൽ സൊല്യൂഷൻ, ദെൻ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻസ്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. ഇപ്പം വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഓഫ് ആൻ ഐഡിയൽ സൊല്യൂഷൻ, നമ്മൾ വേപ്പർ പ്രഷർ ഐഡിയൽ സൊല്യൂഷൻ പഠിച്ചു. അപ്പം ഇനി അതിൻ്റെ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് വരയ്ക്കണം. വേപ്പർ പ്രഷർ അഗൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ വരച്ചാൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഓഫ് ആൻ ഐഡിയൽ സൊല്യൂഷൻ. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഗ്രാഫും വരച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതി വെക്കണം. 2 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ഐഡിയൽ സൊല്യൂഷൻ കണ്ടെയ്ൻസ് എ ആൻഡ് ബി, കമ്പോണൻറ്റ് എയും ബിയും ഉള്ള ഒരു ഐഡിയൽ സൊല്യൂഷൻ. ഇതിനകത്ത് റവോൾസ് ലോ അനുസരിച്ചിട്ട് നമുക്ക് പാർഷ്യൽ വേപ്പർ പ്രഷർ നമ്മൾ എങ്ങനെ എഴുതുക? പി എ ഇസ് ഈക്വൽ ടു P0 A ഇൻറ്റു കൈ എ ആൻഡ് പി ബി ഇസ് ഈക്വൽ ടു P0 B ഇൻറ്റു കൈ ബി. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് വേപ്പർ പ്രഷർ കോമ്പോസിഷൻ ഗ്രാഫ് വരയ്ക്കുക. ദാറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് പി എ ആൻഡ് പി ബി against കൈ എ ആൻഡ് കൈ ബി നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ we will get a straight line that will passing through the points P0A and P0B. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ ആ ഗ്രാഫ് നോക്കുക. ഗ്രാഫിനകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ്? വെൻ കൈ എ ഇസ് ഈക്വൽ ടു 1, കൈ എ 1 ആവുമ്പോൾ പി എ എന്ന് പറയുന്നത് എന്തായിരിക്കും? P0A ആയിരിക്കും. അതുപോലെ കൈ എ ഇസ് ഈക്വൽ ടു 0 ആവുമ്പം പി എ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അതാണ് നമ്മുടെ ഗ്രാഫിനടുത്ത് ലൈൻ, ആ ഡോട്ടഡ് ലൈൻ 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പി എയുടെ കാര്യം, അല്ലെങ്കിൽ കമ്പോണൻറ്റ് എയുടെ കാര്യം. ഇതേപോലെ നമുക്ക് കമ്പോണൻറ്റ് ബിയിലും പറയാം. കമ്പോണൻറ്റ് ബിയിൽ കൈ ബി ഇസ് ഈക്വൽ ടു 1 ആവുമ്പം എങ്ങനെയായിരിക്കും? പി ബി ഇസ് ഈക്വൽ ടു P0 ബിയും, അതുപോലെ കൈ ബി ഇസ് ഈക്വൽ ടു 0 ആവുമ്പം പി ബി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അത് ഇപ്പുറത്തെ സൈഡിൽ. അതാണ് നമ്മൾ ഏത് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഡോട്ടഡ് ലൈൻ 2, സെക്കൻഡ് വൺ. അപ്പോൾ നമ്മളിപ്പോൾ 2 കമ്പോണൻറ്റിൻ്റെയും കാര്യം പറഞ്ഞു. ഇനി ആ ടോട്ടൽ സൊല്യൂഷൻ്റെ കാര്യം പറയണ്ടേ? അപ്പോൾ ടോട്ടൽ പ്രഷർ നമുക്കറിയണ്ടേ? ദെൻ ടോട്ടൽ പ്രഷറാണ് ആ വലിയ സ്ട്രൈറ്റ് ലൈനായിട്ട്, ഡോട്ടഡ് ലൈൻ അല്ലാത്ത ലൈനായിട്ട് തന്നിരിക്കുന്ന ലൈൻ നമ്പർ 3. ദാറ്റ് ഈസ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. അത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ദാറ്റ് ഈസ് P0A ഇൻറ്റു എക്സ് എ പ്ലസ് P0B ഇൻറ്റു എക്സ് ബി എക്സ് ബി. അതാണ് ലൈൻ നമ്പർ 3 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതാണ് നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ റവോൾസ് ലോയിൽ നിന്നുള്ള ഡീവിയേഷൻ, അതായത് നോൺ ഐഡിയൽ ബിഹേവിയറിൽ നിന്നുള്ള ഡീവിയേഷൻ. ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുക മീൻസ് നമുക്കൊരു നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഐഡിയൽ അല്ലാത്തൊരു സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, അതാണ് ഇനി പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്? ദാറ്റ് ആർ ദ സൊല്യൂഷൻസ് ഷോയിങ് ഡീവിയേഷൻസ് ഫ്രം റവോൾസ് ലോ. റവോൾസ് ലോയിൽ നിന്ന് റവോൾസ് ലോയിൽ ഡീവിയേഷൻസ് കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, ഇതിനകത്തുള്ള മോളിക്യൂളുകളുടെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻസ്, അത് എങ്ങനെയായിരിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? അവിടെ നമ്മളൊരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യണം. ദാറ്റ് കണ്ടെയ്ൻസ് ലിക്വിഡ് എ ആൻഡ് ലിക്വിഡ് ബി. ഒരു ബൈനറി സൊല്യൂഷൻ കണ്ടെയ്ൻ ലിക്വിഡ് എ ആൻഡ് ലിക്വിഡ് ബി. ദെൻ അതിനകത്തുള്ള എ ബി ഇൻ്ററാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ ആർ വീക്കർ ദാൻ എ ആൻഡ് ബി ബി ഇൻ്ററാക്ഷൻസ്. അങ്ങനെ ആയിരിക്കും. Then the escaping tendency of the molecule of A and B solutions become more than that from the pure liquids. അതായത് എ ബി ഇൻ്ററാക്ഷൻസ് കുറയുമ്പോൾ ആ മോളിക്യൂൾസിനെ അതിനകത്തുനിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ പോകുന്നത് കാരണം
എന്ത് പറ്റും? ദ പാർഷ്യൽ വേപ്പർ പ്രഷർ വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റവോൾസ് ലോ. റവോൾസ് ലോയെക്കാട്ടിലും പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ദെൻ ടോട്ടൽ വേപ്പർ പ്രഷറും എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഓൾസോ ഗ്രേറ്റർ. ഐഡിയൽ സൊല്യൂഷനെക്കാട്ടിലും കൂടുതലായിരിക്കും ടോട്ടൽ വേപ്പർ പ്രഷറും ഉണ്ടായിരിക്കുക. ഇനി ഇതിനെ നമ്മളൊരു ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യത്തെ ഒന്ന് മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ PA ഈസ് ഈക്വൽ ടു വെച്ചിട്ടാണ് റവോൾസ് ലോ ഐഡിയൽ സൊല്യൂഷന് പറഞ്ഞത്. നോൺ ഐഡിയൽ സൊല്യൂഷന് അത് PA ഈസ് ഗ്രേറ്റർ ദാൻ P0A ഇൻറ്റു XA ആൻഡ് PB ഈസ് ഗ്രേറ്റർ ദാൻ P0B ഇൻറ്റു XB. ഈ XB എന്ന് ഞാൻ പറയുന്ന കൈ B അതിനെയാണ് കേട്ടോ. ദെൻ അപ്പോൾ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ എങ്ങനെ പറയാം? P ഈസ് ഗ്രേറ്റർ ദാൻ P0A ഇൻറ്റു A പ്ലസ് P0B ഇൻറ്റു B. ഇതായിരിക്കും ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്കിത് വെച്ചിട്ട് ഗ്രാഫിക്കലി പറയണം. അപ്പം നമ്മൾ ആ ഗ്രാഫ് നോക്കിയേ. ഗ്രാഫിനകത്ത് ഈ തന്നിരിക്കുന്ന ഡോട്ടഡ് ലൈൻ അതെന്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ശരിക്കും റവോൾസ് ലോ വരുന്ന ഐഡിയൽ സൊല്യൂഷൻ ആ ഡോട്ടഡ് ലൈനിലായിരിക്കും വരിക. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ ആവുമ്പോൾ വിൽ ബി ഗ്രേറ്റർ എന്ന് പറഞ്ഞില്ലേ? അപ്പം നമ്മുടെ ഗ്രാഫും ഏത് രീതിയിലായിരിക്കും? ഒരു അപ്വേർഡ് ഡയറക്ഷനിലെ ഡീവിയേഷനിലായിരിക്കും വരയ്ക്കേണ്ടത്. അത് അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്? P ഈസ് ഈക്വൽ ടു ടോട്ടൽ കൊടുത്തിരിക്കുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഓരോന്നിനകത്തും ആ PAയിലും PBയിലും ടോട്ടലിലും എല്ലാം അപ്വേർഡ് ഡയറക്ഷനിൽ വരയ്ക്കണം. ഇതിന് എക്സാമ്പിൾ അസറ്റാൽഡിഹൈഡും കാർബൺ ഡൈ സൾഫൈഡും ചേർത്തിരിക്കുന്നത് ആ ഒരു സൊല്യൂഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് നോൺ ഐഡിയൽ ബിഹേവിയർ കാണിക്കും. നോൺ ഐഡിയൽ ബിഹേവിയർ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതുപോലെ എഥനോൾ ആൻഡ് ക്ലോറോഫോം മിക്സർ എടുത്തിരുന്നാലും ദാറ്റ് ഓൾസോ ഗീവ് എ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കുവാണ് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദി നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, അല്ലെങ്കിൽ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദി വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻസ് എന്ന് ചോദിച്ചാൽ ഈ ഗ്രാഫ് വരച്ച് ഇതുവരെയുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ 2 എക്സാമ്പിളും എഴുതുക. ഇത്രയേ ഉള്ളൂ. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നത് ഇതാണ് കാര്യം. ഐഡിയൽ ബിഹേവിയറിൽ നിന്നും പോസിറ്റീവ്ലി ഡീവിയേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ദെൻ ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ അതെങ്ങനെയായിരിക്കും വരുന്നത്? നമ്മുടെ പോസിറ്റീവ് ഡീവിയേഷൻ നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ നെഗറ്റീവ് ഡീവിയേഷനിൽ വരുന്നത്. ഒരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക, A ആൻഡ് B. അവിടെ AB ഇൻ്ററാക്ഷൻ വിൽ ബി സ്ട്രോങ്ങർ ദാൻ AA ആൻഡ് BB ഇൻ്ററാക്ഷൻ. പോസിറ്റീവ് ഡീവിയേഷനിൽ ലെസർ ആയിരുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആവുമ്പം സ്ട്രോങ്ങറായി, AB ഇൻ്ററാക്ഷൻ സ്ട്രോങ്ങറായി. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള മോളിക്യൂൾസിൻ്റെ എസ്കേപ്പിംഗ് ടെൻഡൻസി എങ്ങനെ വരും? ബിക്കം ലെസ് ദാൻ ദാറ്റ് ഫ്രം ദ പ്യുവർ ലിക്വിഡ്സ്. എസ്കേപ്പിംഗ് ടെൻഡൻസി കുറയും. എസ്കേപ്പിംഗ് ടെൻഡൻസി കുറയുമ്പോൾ ദാറ്റ് ഹാസ് എ പാർഷ്യൽ വേപ്പർ പ്രഷർ. പാർഷ്യൽ വേപ്പർ പ്രഷർ എങ്ങനെയായിരിക്കും? വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഫ്രം ദി റവോൾസ് ലോ. റവോൾസ് ലോയെക്കാട്ടിലും പാർഷ്യൽ വേപ്പർ പ്രഷർ ഇവിടെ കുറവായിരിക്കും. ഓട്ടോമാറ്റിക്കലി ടോട്ടൽ വേപ്പർ പ്രഷറും എന്ത് വരും? കുറയും. ടോട്ടൽ വേപ്പർ പ്രഷർ ഓൾസോ വിൽ ബി ലെസർ. ദെൻ നമുക്ക് ഇതിനെ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നെഗറ്റീവ് ഡീവിയേഷൻ വരുമ്പോൾ ഗ്രാഫ് കണ്ടല്ലോ. നേരത്തെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ അപ്വേർഡ് ഡയറക്ഷനിൽ റെപ്രസെൻ്റ് ചെയ്തു. നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പം ഡൗൺവേർഡ് ഡയറക്ഷനിൽ റെപ്രസെൻ്റ് ചെയ്യുക. മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നോക്കിയേ. നേരത്തെ നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുത്തു, ഇവിടെ ലെസ് ദാൻ സിമ്പിൾ കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് PA ഈസ് ലെസ് ദാൻ P0A ഇൻറ്റു A, PB ഈസ് ലെസ് ദാൻ P0B ഇൻറ്റു B. ടോട്ടൽ ആകുമ്പോഴോ P ഈസ് ലെസ് ദാൻ P0A ഇൻറ്റു A പ്ലസ് P0B ഇൻറ്റു B. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഓഫ് ആ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഗ്രാഫ് വരയ്ക്കുക. അപ്വേർഡ് ഡയറക്ഷനിലല്ല ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഗ്രാഫ് വരയ്ക്കണം. എന്നിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതണം. ഈ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനും എഴുതണം. 2 എക്സാമ്പിളും എഴുതണം. എക്സാമ്പിൾ എന്തായിരിക്കും? ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. അത് നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ് തരുന്നത് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അതുപോലെ
വാട്ടറും H2SO4 അതും നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ഉണ്ടാവുക. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ രണ്ടും സെയിം ആണ്. പോസിറ്റീവ് ഡീവിയേഷനിൽ വരുന്ന കണ്ടീഷൻസ് നെഗറ്റീവ് ഡീവിയേഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഗ്രാഫും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഗ്രാഫും ഉണ്ടാവുക. അപ്പം ഇന്ന്